പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ മനുഷ്യൻ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം ശാസ്ത്രലോകത്തെയും സാധാരണക്കാരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്നതിനെക്കുറിച്ച് പതിറ്റാണ്ടുകളായി തർക്കങ്ങളും പഠനങ്ങളും നടക്കുന്നുണ്ട് എങ്കിലും 2025ഓടെ ഈ ചർച്ചകൾക്ക് പുതിയൊരു വേഗത കൈവന്നിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചും പറക്കം തളികകളെക്കുറിച്ചുമുള്ള വാർത്തകൾ ലോകമെമ്പാടും പടരുന്നതിനിടയിൽ പ്രമുഖ ബ്രിട്ടീഷ് ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡെയിം മാഗി അഡറിൻ പോക്കോക്കിന്റെ വെളിപ്പെടുത്തൽ ഈ മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവൻ ഉണ്ടെന്ന കാര്യത്തിൽ തനിക്ക് 100% ഉറപ്പാണെന്നും അടുത്ത 50 വർഷത്തിനുള്ളിൽ മനുഷ്യൻ അത് കണ്ടെത്തുമെന്നാണ് ഇവരുടെ പ്രവചനം. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി വിഭാഗത്തിലെ പ്രമുഖ ഗവേഷകയായ മാഗി അഡറിൻ പോക്കോക്ക് തൻ്റെ വാദങ്ങളെ സാധൂകരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അളവറ്റ വ്യാപ്തിയെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഏകദേശം 200 ബില്യൺ ഗാലക്സികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ സ്വന്തം ഗാലക്സിയായ ക്ഷീരപഥത്തിൽ മാത്രം സൂര്യനെ പോലെയുള്ള 300 ബില്യണിലധികം നക്ഷത്രങ്ങളുണ്ട്. ഇത്രയധികം നക്ഷത്രങ്ങളും അവയെ ചുറ്റുന്ന കോടിക്കണക്കിന് ഗ്രഹങ്ങളും ഉള്ളപ്പോൾ ജീവന്റെ സാന്നിധ്യം ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെടുത്തുവാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ശാസ്ത്രലോകത്തെ ഡ്രേക്ക് ഇക്വേഷൻ മുൻനിർത്തിയാണ് അവർ ഈ നിഗമനത്തിലെത്തുന്നത്. പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ജീവൻ മുളപൊട്ടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാമെന്നും അത് മനുഷ്യനേക്കാൾ സാങ്കേതികമായി ഏറെ മുന്നോക്കമുള്ള വർഗമാക്കാനാണ് സാധ്യതയെന്നും അവർ വിശ്വസിക്കുന്നു. 2025 സൗരയൂഥത്തിലേക്ക് അതിഥിയായി എത്തിയ 3LS എന്ന ഇന്റർസ്റ്റെല്ലർ വസ്തുവിനെ ചൊല്ലിയുള്ള ചർച്ചകൾ ഈ വാദങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നു. ഈ വാൽനക്ഷത്രത്തിന്റെ സഞ്ചാരപഥം തികച്ചും കൃത്യമായ ഒന്നായതിനാൽ ഇതൊരു സാധാരണ വസ്തുവല്ല എന്നും മറിച്ച് അന്യഗ്രഹ ജീവികൾ അയച്ച പേടകമാകാം എന്നും ചില ശാസ്ത്രജ്ഞർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് 2075ഓടെ മറ്റൊരു ഗ്രഹത്തിലെ ജീവന്റെ അടയാളം മനുഷ്യൻ ഔദ്യോഗികമായി കണ്ടെത്തുമെന്ന മാഗിയുടെ പ്രവചനം കൂടി വരുന്നത്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പഠനങ്ങൾ കേവലം ഭാവനയല്ലെന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിലാണെന്നും അവർ വ്യക്തമാക്കുന്നു. നാസയുടെയും മറ്റ് ബഹിരാകാശ ഏജൻസികളുടെയും കണക്കനുസരിച്ച് ഇതുവരെ 6000-ലധികം എക്സോ പ്ലാനറ്റുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂമിയിൽ നിന്ന് 124 പ്രകാശവർഷം അകലെയുള്ള K2-80b എന്ന ഗ്രഹം വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തിൽ നിന്നുള്ള ഹാബിറ്റബിൾ സോണിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ചില പ്രത്യേക തന്മാത്രകളുടെ സാന്നിധ്യം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിൽ ജീവജാലങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന തരം രാസവസ്തുക്കളാണിവ. ഇത്തരം കണ്ടെത്തലുകൾ അന്യഗ്രഹങ്ങളിൽ സമുദ്രങ്ങളോ സൂക്ഷ്മജീവികളോ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മനുഷ്യനേക്കാൾ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ളതും വികസിതവുമായ സംസ്കാരങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകാമെന്നാണ് മാഗി അഡറിൻ പോക്കോക്കിന്റെ മറ്റൊരു പ്രധാന നിരീക്ഷണം. നക്ഷത്രങ്ങൾക്കിടയിലുള്ള ദൂരം വളരെ വലുതായതുകൊണ്ട് അവരുമായുള്ള സമ്പർക്കം ഇതുവരെ സാധ്യമായിട്ടില്ല. എന്നാൽ ദൂരദർശിനികളുടെയും ബഹിരാകാശ പേടകങ്ങളുടെയും സാങ്കേതിക വിദ്യ വികസിക്കുന്നതോടെ വരും തലമുറ ഈ വലിയ രഹസ്യം കണ്ടെത്തുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കണ്ടെത്തലായിരിക്കും ഇതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.